ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞു നല്ല ഉച്ചയില എനർജിയിൽ സ്വാഗതം. നമ്മൾ എങ്ങോട്ടാ പോണേ? കല്യാണ വീട്ടിൽ നമ്മൾ രാത്രിയാ പോണേ ഗൈസ്. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ചങ്കിന്റെ കല്യാണമാണ് കേട്ടോ. അപ്പൊ ഇന്ന് തലേദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് തലേദിവസം പോകുന്നുണ്ട് അവിടെ. അപ്പൊ അവൾക്ക് ഇന്ന് കൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. ഇന്ന് പോണം, നാളെയും പോകണുണ്ട് കേട്ടോ. ഇന്നും പോകും, നാളെയും പോകും. നാളെ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം. അവളുടെ കല്യാണം നേരിട്ട് കാണണം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും നാളെ. അപ്പൊ എന്താണെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. കുഞ്ഞപ്പന് കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുത്ത് നിങ്ങൾ വീഡിയോ കണ്ടു കാണും. അപ്പൊ എനിക്ക് എടുത്തിട്ടില്ല, എനിക്ക് ഇന്ന് എടുക്കാൻ പോകണം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പോവാണ്. എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് പിന്നെ സന്ധ്യ ഒരു 6 മണി 7 മണിയാകുമ്പോൾ അവളുടെ വീട്ടിലോട്ട് പോവുള്ളൂ കേട്ടോ. എന്റെ ഒരുപാട് കൂട്ടുകാർ വരും. കാരണം എന്റെ അവളുടെ കോമൺ ഫ്രണ്ട്സ് ആണല്ലോ എല്ലാവരും. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചാണ് ഞാനും അവളും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് കുറെ പേരുണ്ടാവും. അപ്പൊ എന്തൊരു കുടുക്കം ദൈവമേ, കുടുങ്ങാണ്. കാറിന്റെ അകത്തിരിക്കുകയാണ് കേട്ടോ. കുറെ നാളായി എല്ലാരും കൂടി ഒരുമിച്ച് കണ്ടിട്ട്. കല്യാണം കഴിച്ച് പോയവരും അല്ലാത്തവരും എല്ലാരും കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരും എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. ഇന്ന് എന്റെ ഫ്രണ്ട്സിന് എനിക്ക് എല്ലാരെയും കാണാൻ പറ്റും. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിക്കാം കേട്ടോ. ബൈ ഗൈസ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള എരമല്ലൂർ മാക്സിലാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. വേറെ കടയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഈ വെയിലത്തും ചൂടത്തും അത്രയും ദൂരമൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ താമസിച്ചു പോകും. വീട്ടിലെത്തുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അടുത്താണെങ്കിലും മാക്സിൽ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. എന്ത് ഡ്രസ്സ് എടുക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ 3 പീസ് സെറ്റ് ഉണ്ടല്ലോ, ടോപ്പും പാൻറ്റും ഷോളും കൂടി, അങ്ങനെ ചുരിദാർ സെറ്റ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മാക്സി കയറി ഗ്രൗണ്ട് ഫ്ലോർ കണ്ടപ്പോൾ തന്നെ ചേട്ടൻ്റെ എൻ്റെയും കിളി പോയി ഗൈസ്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് കുറേ പേര് വാങ്ങിച്ച് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. ഭയങ്കര കുറേ ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ട്. മാക്സിൻ്റെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം ഇങ്ങനെ കാണുവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ജെൻസിൻ്റെ കണ്ടോ, ജെൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഷർട്ട്, ടീഷർട്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. താഴെ വെസ്റ്റേൺ വെറും, ലേഡീസിൻ്റെ വെസ്റ്റേൺ വെറും, അതുപോലെ ജെൻസിൻ്റെ സെക്ഷനുമാണേ. മുകളിൽ കിഡ്സിൻ്റെയും പിന്നെ ഇന്ത്യൻ വെയർ, അതായത് നമ്മുടെ ചുരിദാർ സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളിലാണ് മുകളിൽ. അപ്പോൾ അതേ ജീൻസൊക്കെ ഞാൻ നോക്കുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചാടിക്കേറി എടുത്തില്ല. കാരണം എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ ട്രയൽ റൂം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരുപാട് ട്രയൽ റൂം, ഇങ്ങനെ പല സെക്ഷനായിട്ട് ഒരുപാട് റൂംസ് ഉണ്ട്. നമുക്ക് അടിപൊളിയായിട്ട്, ഞാൻ ചെന്ന സമയത്താണെങ്കിൽ ഒത്തും തിരക്കില്ല ഗെയ്സ്, ഒറ്റ മനുഷ്യനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ട് നോക്കി സമാധാനത്തിന് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഇതും മുകളിലെ സെക്ഷനാണല്ലേ. മുകളിൽ ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ മുകളിൽ ചെന്നപ്പോൾ തൊട്ട് ഓരോ ടോയൊക്കെ പിറക്കിക്കൊണ്ട് നടക്കുകയാണ്. കണ്ട, അവിടെയാണ് ഇന്ത്യൻ വെയർ, അതായത് നമ്മുടെ ചുരിദാറൊക്കെ ഉള്ളത് മുകളിലാണ് കേട്ടോ. അതായത് ബോട്ടവും ടോപ്പ് മാത്രം ഉള്ളത്, പാൻറ്റും ടോപ്പ് മാത്രം ഉള്ളതുണ്ട്. പിന്നെ പാൻറ്റും ടോപ്പ് ഷോളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെയാണ് നമ്മുടെ കമ്മൽ, ഇയറിങ്സ്, ഷൂകൾ, ലേഡീസിൻ്റെ ഷൂ ഉണ്ട്. പിന്നെ ജെൻസിൻ്റെ താഴെയാണ് ഷൂ. അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഷൂ ഒക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ അതേ അവിടെ ചെരുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കുഞ്ഞപ്പൻ്റെ ഏജിന് പറ്റിയ പിള്ളേർക്കുള്ള ഡ്രസ്സ്, കിഡ്സിൻ്റെ, ബോയ്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കുഞ്ഞപ്പന് നമ്മൾ ഓൾറെഡി ഡ്രസ്സ് എടുത്ത് പോയി വേറൊരു കടയിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഗൈസ്, സത്യം പറഞ്ഞ് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും അങ്ങനെ അധികം ഇടാറില്ല. സത്യത്തിൽ എനിക്ക് സെലക്ഷൻ ഇല്ല, അതാണ് കുഴപ്പം. എനിക്ക് എല്ലാ ഡ്രസ്സും ചേട്ടനാണ് സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ചേട്ടനും ഇഷ്ടപ്പെട്ടു. കുഞ്ഞപ്പനാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ചാടിക്കയറി കെട്ടിപ്പിടിക്കുകയാണ്. കുഞ്ഞപ്പനാണെങ്കിൽ ട്രയൽ റൂമിൻ്റെ പുറത്ത് കാത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ വാതിൽ തുറക്കാൻ വേണ്ടി. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ ചാടി വീണൊരു കെട്ടിപ്പിടുത്തായിരുന്നേ. അവൻ ആ ജീൻസും ടോപ്പും ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ജീൻസ് അല്ല, അത് ജെഗിൻസ് ആണ് കേട്ടോ. ഒരു ടോപ്പ് നല്ല അടിപൊളിയായിരുന്നു ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ചേട്ടൻ തന്നെ സെലക്ട് ചെയ്താണ് ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാം 2 ഡ്രസ്സ് ഇട്ട് നോക്കി, അത് തന്നെ വാങ്ങിച്ചു. എനിക്ക് കറക്റ്റ് ആയിരുന്നു, വേറെ ഒന്നും ഇട്ട് നോക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അത് കഴിഞ്ഞതേ കുഞ്ഞപ്പം കുറേ ഓടി നടക്കുകയാണ്, ഒരു സ്ഥലത്തിരിക്കാണ്ട് ഓടി നടക്കുകയാണ്. അവസാനം ഫോൺ താമേ ഗെയിം കളിക്കാന്ന് പറഞ്ഞ് ഇച്ചിരി നേരം ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ ആ ഒരു 2 ഡ്രസ്സും എടുത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് റെഡിയായി വീട്ടിൽ ചെന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേഗം മേല് കഴുകി റെഡിയായി. എൻ്റെ പൊന്നെ ഹറി ബറിയായിരുന്നു ഗൈസ്. അവിടെ ചെന്നപ്പോൾ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അതുപോലെ ചൂട്, എന്ത് ചൂടാണ് ദൈവമേ, ആവി എടുത്തിട്ട് വയ്യ. അപ്പോൾ അതേ നല്ല അടിപൊളി ബിരിയാണി ഗൈസ്. എന്തെനിക്ക് പറയണമെന്ന് അറിയാമില്ല, കുറേ നാളായി ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ചിട്ട്. അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ല. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നോക്കിക്കേ, എന്നോട് എല്ലാവരും ചോദിക്കുക നീ മുഖം കഴിയാന്ന്. അങ്ങനത്തെ
വിയർപ്പായിരുന്നു എനിക്ക്, ഇങ്ങനെ വിയർത്തോണ്ടിരിക്കുകയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അമലയാണ് കേട്ടോ എൻ്റെ കൂടെ ഇരിക്കുന്നത്. അമലയും ഞാനും കുഞ്ഞപ്പനും. അപ്പൊ അത് കഴിഞ്ഞ് വേറെ ഫ്രണ്ട്സൊക്കെ വന്ന് എല്ലാവരും ഞാൻ കാണിച്ചു തരാം. കുഞ്ഞപ്പനാണെങ്കിൽ ചൂടെടുത്തിട്ട് വലിയ ആളലമ്പായിരുന്നു കേട്ടോ. ഇത് അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുഞ്ഞു മക്കളെ നോക്കിക്കേ കുഞ്ഞപ്പനെ കാണാൻ വന്ന് നിൽക്കുകയാണേ. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് റുക്സാന, അത് രേവതി, ആ ബ്ലൂ ടോപ്പ് ഇട്ടത്. ഇനി ഫ്രണ്ട്സോട് ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവരെല്ലാം ഫ്രണ്ട്സാണ്. അപ്പൊ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. സത്യത്തിൽ വീഡിയോ എടുക്കണം വ്ളോഗ് എടുക്കണം കാര്യമൊക്കെ ഞാൻ വിട്ടുപോയി കേട്ടോ. ഇത് ചേട്ടൻ എടുത്തതാണ് ഈ വീഡിയോ ഒക്കെ. കല്യാണ പെണ്ണിന്റെ പേര് അനന്തലക്ഷ്മി എന്നാണ് കേട്ടോ. അപ്പൊ അവളത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടിയൊക്കെ ഒരു നേരം അടങ്ങിയിരിക്കല കേസ്. അവസാനം ഞങ്ങൾ പോരാൻ നേരത്ത് ഞങ്ങൾക്ക് 8ന്റെ പണി കിട്ടി. ഞങ്ങളുടെ കാറിന്റെ പുറകെ കൊണ്ടുവന്ന് 2 ചേട്ടന്മാര് കാർ ഇട്ട് കേട്ടോ. കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഒന്നും അവർ വന്നില്ല. അവസാനം മൈക്കിൽ കൂടി കാർ നമ്പർ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ചേട്ടന്മാര് വന്ന് കാറൊക്കെ മാറ്റി തന്നത്. അടിപൊളിയായിരുന്നു. ആ ടെൻഷനിൽ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ കുറച്ച് റിസപ്ഷൻ, തലേ ദിവസത്തെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഗൈസ്. പിറ്റേ ദിവസം കല്യാണത്തിന് പോകുന്നതാണ്. ഇത് രാവിലെ തന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലോട്ട് പോവുകയാണെ, ബാക്കി കണ്ടോ. അപ്പൊ ഇന്നലെ തലേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയപ്പോ ഒരു 2-3 ഐസ്ക്രീം തിന്നിട്ട് കുഞ്ഞപ്പന് സൗണ്ടും ഇല്ല, ചുമയമായി, ജലദോഷമായി. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പൊ ഒട്ടും മിണ്ടാൻ കൂടി പറ്റില്ല, അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ തുറവൂരമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. അതായത് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഞാൻ അവളുമായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ 11:30ക്കാണ് ഗൈസ് കെട്ട് നടക്കുന്നത്. 11:20 ദൈവമേ, അമ്പലത്തിന്റെ ഫ്രണ്ട് എത്തി കേട്ടാ. ഒട്ടും താമസിപ്പിക്കണം, നമുക്കിനി എവിടെയെങ്കിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വേഗം കയറാം. നല്ല ആളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് വേഗം തന്നെ പോകാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാമേ, അടിപൊളിയായിരിക്കും ഗൈസ്. അങ്ങനെ അച്ചായി അവിടെ എവിടെയോ കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾ വേഗം അകത്തോട്ട് കയറി. അപ്പോഴാണ് മനസ്സിലായത് ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന്. കാരണം 11:30 അവളോട് ഞാൻ ചോദിച്ചപ്പോൾ തലേ ദിവസം പറഞ്ഞത്. പക്ഷേ 11:45 കേട്ടോ കെട്ട്. അപ്പോൾ 11:45 വരെ സമയം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ചു പോയി, ദൈവമേ താലികെട്ട് കഴിഞ്ഞ് കാണുമെന്ന്. അങ്ങനെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് അവിടെ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ ചെറുക്കനും പെണ്ണൊന്നും അവിടെ ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്, എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ക്യാമറാമാൻമാരുണ്ട്. അവരുമായിട്ട് ഞാൻ മൽപ്പിടുത്തമായിരുന്നു. എനിക്കും വീഡിയോ എടുക്കണം, അവർക്കും വീഡിയോ എടുക്കണം, പിന്നെ അവിടെ നിൽക്കണ എല്ലാവർക്കും വീഡിയോ എടുക്കണം. അതേ കണ്ട നിൽക്കുന്ന കണ്ട അവളുടെ മുഖത്താണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ടെൻഷനോട് ടെൻഷൻ. എത്ര വലിയ വീരശൂര പരാക്രമണനാണെന്ന് പറഞ്ഞാലും കല്യാണത്തിൻ്റെ അന്ന് നല്ല ടെൻഷൻ ആയിരിക്കുമല്ലേ. അതെനിക്ക് അവളെ കണ്ടപ്പോൾ മനസ്സിലായേ. അപ്പോൾ അത് അവളുടെ അമ്മയാണ് കേട്ടോ. കൈ പിടിച്ച് ഇങ്ങനെ വലം വെപ്പിക്കുവാണ്. അതാണ് ചേട്ടൻ്റെ പേര് ഇന്ദ്രജിത്ത് എന്നാണ്. ഇന്ദ്രജിത്ത് അനന്തലക്ഷ്മി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇവളെനിക്ക് ഫോട്ടോയൊക്കെ അയച്ചു തന്നാണ് കേട്ടോ സാരിയുടെ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഒരു രക്ഷയില്ലാത്ത സാരി, കോസ്റ്റ്യൂമും ഓർണമെന്റ്സും ഒക്കെ ഇട്ട് ആള് വേറെ ലെവലായിപ്പോയിട്ടോ. ഇത് എൻ്റെ കൂട്ടുകാർ തന്നെയാണോ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഗൈസ്. അത്ര ലെവലായവള്. അപ്പൊ അതേ താലി കെട്ടാൻ പോവാണേ. താലി കെട്ടാൻ നേരത്ത് എല്ലാ ആമ്പിളർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ചേട്ടന്റെ മുഖം നോക്കിക്ക് എല്ലാരും കൂടി എന്തൊക്കെയോ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുകയാണ്. അതിനിടയ്ക്ക് അവളെ നോക്കിക്കേ, ചേട്ടൻ അങ്ങനെ തന്നെ സംശയിക്കണ്ട, കെട്ടിക്കോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ചേട്ടൻ കെട്ടുന്നു, അവള് കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. അതെ, അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം. ഭയങ്കര പ്രാർത്ഥന. അപ്പൊ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. നോക്കിക്ക് ഇത്രയും ആളുണ്ടായിരുന്നു. ചെറുക്കന്റെ വീട്ടിലെയും പെണ്ണിന്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അതേ ഇനി ഒരു സംഭവം കേൾപ്പിച്ചുതരാം. ഇതാണ് ഈ കല്യാണങ്ങളിലെ ഏറ്റവും ഹൈലൈറ്റ്. താലി കെട്ടുന്ന സമയത്ത് തന്നെ ഇവർ ഈ ഗട്ടിമേളം വായിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ഫീലാണ് നമുക്ക്. എന്താ പറയേണ്ടത്, അടിപൊളിയാണത്. കറക്റ്റ് ആ സമയത്ത് തന്നെ ഈ കതിനെ വെക്കുന്നുണ്ടായിരുന്നു ഒരു ചേട്ടൻ. അത് കണ്ടപ്പോഴേ ഞാനൊന്ന് പേടിച്ചു. കാരണം അത് പൊട്ടണ സൗണ്ട് കേൾക്കുമ്പോൾ കുഞ്ഞപ്പൻ ഞെട്ടു, അവനേക്കാളും ഞാൻ ഞെട്ടും. അപ്പോഴാണ് ഞങ്ങളവിടെ ഒരു കാഴ്ച കണ്ടത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ മുമ്പിൽ കൂടി കുരങ്ങനെ ഓടിപ്പോയി ഗൈസ്. ശരിക്കും അമ്പലത്തിൽ കുരങ്ങനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞപ്പനും ശരിക്കും ഭയങ്കര ഇഷ്ടം തോന്നി, ഭയങ്കര കൗതുകമായിരുന്നു കുരങ്ങനെ ഓടിപ്പോയപ്പോ. ദേ അപ്പൊ നോക്കിയപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കൾ വന്നു, അവരോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ശരിക്കും ഓർക്കാപ്പുറത്താണ് കേട്ടോ അത് പൊട്ടിയത്. എന്റെയും കുഞ്ഞപ്പന്റെ എക്സ്പ്രഷൻ ഒന്നും അപ്പൊ അച്ചായിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടും പേടിച്ചു പോയി. അപ്പോഴാണ് ഒരു ചേച്ചി വന്നിട്ട് കുഞ്ഞപ്പനെ കാണാറുണ്ട് വീഡിയോ, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ മണ്ണിൽ കൂടി ചവിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, കാല് ഭയങ്കര പൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ ഓടിക്കേറിയതാണ് അതിന്റെ മുകളിലേക്ക്. കുഞ്ഞപ്പന് വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ബഹളം തുടങ്ങി കേട്ടോ. കാരണം എല്ലാവർക്കും ദാഹിച്ചതേ. നോക്കിക്ക്, കല്യാണത്തിന് വന്നവരെല്ലാവരും വെള്ളം കുടിക്കുകയാണ്. അപ്പുറത്തെ കടയിൽ പോയി. അങ്ങനത്തെ ചൂട് ഗൈസ്. ഇത് എന്ത് ചൂടാണിത്. മനുഷ്യൻ
മനുഷ്യനെങ്ങനെ ജീവിക്കും? അങ്ങനെ ഞങ്ങൾ സർബത്ത് കുടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഒട്ടും തണുപ്പില്ലാത്ത വെറുതെ സോഡ മാത്രം ഒഴിച്ചൊരു സർബത്ത് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുവാണ്, എടി എത്തിയോ വരുന്നില്ലേ അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പം ഇന്നാണല്ലോ എല്ലാവർക്കും കൂടി കാണാൻ പറ്റുന്ന ഒരു അവസരം. അപ്പോൾ ആ കടയിൽ എന്തോ കുഞ്ഞപ്പന് വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് കാലും പൊള്ളുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ കാറിൽ കയറി അവളുടെ വീട്ടിലെത്തി. വീട്ടിൽ വെച്ചായിരുന്നു സദ്യ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കോളേജിൽ. നോക്കിക്കേ സെൽഫി എടുക്കുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ വെള്ളം അവിടെ കലക്കി വെച്ചിട്ടുണ്ട്, വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് കുടിക്കുകയാണ്. എത്ര ഗ്ലാസ് കുടിച്ചെന്ന് ആർക്കും അറിയില്ല. അവിടെയുള്ള എല്ലാവരും, ആർക്കും സദ്യ ഒന്നും വേണ്ട, എല്ലാവർക്കും ഈ വെള്ളം മതി, അത്രയും ദാഹമായിരുന്നു കേട്ടോ ഗൈസ്. അവളുടെ വീട്ടിൽ കുറേ എന്തെന്നാ കരിങ്കോഴി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ അതിൻ്റെ അടുത്ത് പോയി നിന്ന് അതിനെ കളിപ്പിക്കൽ തന്നെയായിരുന്നേ. അടിപൊളിയാണ് കോഴിനെ കാണാൻ. അപ്പോൾ അതേ നോക്കിക്കേ ഞാൻ അവളായിട്ട് വരികയാണ്. അവളാണെങ്കിൽ എല്ലാവരോടും വർത്താനം പറഞ്ഞാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഗൈസ് കല്യാണം പെണ്ണെ. എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ചോറ് എല്ലാവരോടും ചോറുണ്ടാ സൗണ്ട് പോയി ഗൈസ്. ഇന്നലെ രാത്രി തൊട്ട് കിടന്ന് ഒച്ചെടുത്ത് സൗണ്ട് പോയി. പിന്നെ എല്ലാവരും ചോറുണ്ടോന്ന് ചോദിച്ചിട്ട് നടക്കണം. അത് ചെറുക്കനെന്തേടി ചെറുക്കനെ ഇറങ്ങാൻ പോവാ. ചെറുക്കന്റെ വീട്ടിലേക്ക് പോകാൻ പോവാണേ. ചെറുക്കൻ എവിടെയെന്ന് അറിയില്ല, കണ്ടാ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നമ്മുടെ വ്ലോഗ് ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. വെയില് കാരണം ചൂട് കാരണം ചുട്ടു പഴുത്ത് വീർത്ത് കുളിച്ചിരിക്കുകയാണ് എല്ലാരും. വാടാ വാ ഗൈസ്. എന്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ഇനി ആരും പരാതി പറയരുത്. പേര് പറഞ്ഞു കൊടുക്ക്. നിഖിലെന്നാണ് കേട്ടോ പേര്. എന്റെ കൂടെ 5ാം ക്ലാസ് തൊട്ട് പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വാ, ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയാണ് കല്യാണത്തിന് വന്നത്. ഇത് മീര, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മീര. രേവതി വാ കാണിച്ചരാം. ഇത് രേവതി, എന്റെ കൂടെ 1ാം ക്ലാസ്സിൽ അംഗനവാടി പോലും പഠിച്ചത് രേവതി. ഗൈസ് എല്ലാരും ഞങ്ങൾ പോവാണ് കേട്ടോ. കുറെ പേരുണ്ടായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയത്, അത്ര തിരക്കാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും പോണ് ഗൈസ്. ബൈ. അയ്യോ ഗൈസ്, സദ്യ ഉണ്ടോ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഒന്നും അല്ല ഗൈസ്. എന്നാ തിരക്കായിരുന്നെന്നറിയാവോ, നല്ല തിരക്കും ചൂടും ഒക്കെ. അപ്പോൾ അതേ ഞങ്ങൾ സദ്യ കൊണ്ടുവന്നപ്പോൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. കള്ളനും കള്ളിയും കൂടി ഇരുന്ന് അവർ രണ്ടുപേരും കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടില്ല, ഞങ്ങൾ ഇത്ര നേരമായിട്ട് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും ചേട്ടനും കുഞ്ഞപ്പനും ആയിട്ട് ഫോട്ടോ എടുത്തു. കുഞ്ഞപ്പനാണെങ്കിൽ ഇതേ കുഞ്ഞപ്പൻ്റെ ഉടുപ്പൊക്കെ വെള്ളത്തിൽ മുക്കിയ പോലെയാണ് ഇരിക്കുന്നത്, അത്രയും വിയർത്ത് കുളിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിത് ലാസ്റ്റ് മൊമെന്റ് അവർ ഫുഡ്, ഇത് സദ്യയൊക്കെ കഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം പോയി പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നോക്കിക്ക് ഇതാണ് അവളുടെ ചേട്ടൻ ഇന്ദ്രജിത്ത്. റിസപ്ഷൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്നുമാണ് പേരൊക്കെ. അപ്പോൾ ഗൈസ് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ ഒക്കെ രേവതിയാണ് എനിക്ക് എടുത്തു തന്നത്. അതിനിടയ്ക്ക് ഞങ്ങൾ എന്തോ സീക്രട്ട് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഞാൻ അവളോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നോക്കുമ്പോൾ കുഞ്ഞപ്പൻ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നിന്ന് സെൽഫി എടുക്കുകയാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ബാക്കിയുള്ളവർ ഇത്രയും പേരെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പോയി. ഇപ്പൊ ഇത്രയും പേരല്ല കേട്ടോ. അശ്വതി, കീർത്തി, കീർത്തന, ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. ജിൻസാണ്, ഗോപു, അച്ചു, ഇവർ രണ്ടുപേരുടെ അനിയത്തിയാണ് കേട്ടോ. ഇവര് 3 പേരാണ്. അച്ചു, ഇത് അച്ചു, പിന്നെ അതും അച്ചു, 2 അച്ചു. അപ്പൊ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഗൈസ്. ശരിക്കും വീഡിയോ ഇങ്ങനെയൊന്നും എടുക്കണമെന്നല്ല വിചാരിച്ചത്, പക്ഷെ ഇപ്പോഴത്തെ വെയിലും ചൂടും ഒന്നും നമ്മളെ കൊണ്ട് ഒന്നിനും സമ്മതിക്കുന്നില്ല ഗൈസ്. ഞങ്ങൾ അങ്ങനെ വേഗം തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഫ്രണ്ട്സിനെ കൂടുതൽ പറയാതിരുന്ന എന്താണെന്ന് അവരെ ബലം പിടിച്ച് നിർത്തിയതാണ്. ഞാൻ പേര് മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും ചോദിക്കൂല. എല്ലാം നാണക്കാരികളാണ് ഗൈസ്. അപ്പൊ ഗൈസ് അത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തോടെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും. ടാറ്റാ ബൈ ബൈ, സീ യു.